മനത്ത ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കാണാം. ാണ് ഈ അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ നഗരവാസികളായ ഒരു വല്ലാത്ത ആശങ്കയിലാണ്. കാരണം ഈ ഉണ്ടായ അപകടം ഈ ടാങ്ക് ഒരുപക്ഷെ ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ അപകടത്തെ റെക്ടിഫൈ ചെയ്യാൻ, ഇത് പരിഹരിക്കാൻ എത്ര ദിവസം വേണ്ടി വരും എന്നത് നമുക്കറിയില്ല. ഇപ്പോൾ ഈ അപകടം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ടാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ആ ടാങ്കിൻ്റെ ഇത്രയും വലിയ ഒരു ഡാമേജ് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നു. അത് മാത്രമല്ല, ഇതുവഴി ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അത് നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത തരത്തിൽ അത്രത്തോളം ഉണ്ടായിക്കഴിഞ്ഞു. കാരണം ഇവിടുന്ന് ഏതാണ്ട് ഒരു 10-20 വീടുകളിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വാഹനങ്ങൾ നഷ്ടപ്പെട്ടു, മതിലുകൾ മറിഞ്ഞ് വാഹനങ്ങളുടെ മുകളിൽ വീണു ഉണ്ടായ ഡാമേജ്. അത് മാത്രമല്ല, അവിടെ ഒരു മാതൃശിശു സംരക്ഷണ കേന്ദ്രമുണ്ട്. അതിനകത്ത് സൂക്ഷിച്ചിരുന്ന മരുന്നുകൾ ഉൾപ്പെടെ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയതായിട്ടാണ്. ഇതെല്ലാം ഇനി എത്ര ദിവസം വേണ്ടി വരും പഴയ രൂപത്തിലേക്ക് എത്തിക്കാനെന്നുള്ളത് അറിയാത്ത, അല്ലെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ പറയാൻ കഴിയാത്ത ഒരു സ്ഥിതി നിലവിലുണ്ട്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും അതുപോലെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ ഇനി എത്ര വേഗത്തിൽ ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇടപെടും എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ആശങ്ക. ഇത് പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുന്നതിന് ഇപ്പം മന്ത്രിതലത്തിലൊക്കെ ഉള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ അത് എത്ര കാലം വേണ്ടി വരും എന്ന ആശങ്കയുണ്ട്. നിങ്ങളുടെ വീടുകളിലൊക്കെ വെള്ളം കയറിയവരാണോ? വെള്ളം കയറിയ ആളുകളാണ്. എൻ്റെ ഒരു വീടുണ്ട്, അതിനകത്ത് വെള്ളം നേരിട്ട് കയറിയില്ല. ലിഡിയ ജേക്കബ് തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, 1.5 കോടി ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ് പൊട്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ കാലപ്പഴക്കവും എടുത്തു പറയേണ്ടതാണ്. ഏകദേശം 40 വർഷത്തോളം പഴക്കമുണ്ട് ഇതിന് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികളോ ഇതൊന്നും അവിടെ നടക്കുന്നില്ല. അത് തന്നെയാണോ ഇങ്ങനെ ഒരു വലിയൊരു അപകടം ഉണ്ടാകാനുള്ള കാരണവും? 40 വർഷത്തെ പഴക്കമുണ്ട് ടാങ്കിന് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 1.5 കോടിയോളം ലിറ്റർ വെള്ളം സംഭരണ ശേഷിയുള്ള ടാങ്കാണ്. പക്ഷേ അതിൻ്റെ 2 പാളികളാണ്, 68,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള അത്രയധികം വെള്ളമുള്ള 2 പാളികളാണ് തകർന്നത്. സമീപത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറി കനത്ത നാശനഷ്ടങ്ങൾ സമീപത്തുള്ള വീടുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത് സമീപത്തുള്ള ഒരു വീടിൻ്റെ മതിലാണ്. അത് ആകെ മുഴുവനായി തന്നെ തകർന്നിട്ടുണ്ട്. മാത്രമല്ല, തകർന്ന ഉള്ളിലേക്ക് വെള്ളവും മണ്ണും കാര്യങ്ങളും ചെളിയും ഒക്കെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഈ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ മുകളിലത്തെ നിലയിൽ ആയിരുന്നു ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആളപായമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ 2 ബൈക്കുകളുണ്ട്, പിന്നെ ഒരു കാറുണ്ട്. അത്തരത്തിൽ വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, വീടിനുള്ളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ മുഴുവനായി തന്നെ നശിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങളൊക്കെ തന്നെ നശിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മതിൽ മുഴുവനായി തന്നെ ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 2:30 അപകടമുണ്ടായത്. ആദ്യഘട്ടങ്ങളിൽ ഇതെന്താണ് എന്ന് മനസ്സിലായിരുന്നില്ല. ഈ നാട്ടുകാർക്ക്, ഈ സമീപത്തുള്ള ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല. ഈ വെള്ളം മഴയായതിനാൽ വെള്ളം കയറിയതാണ് എന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയിരുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത്തരത്തിൽ ടാങ്ക് പൊട്ടിയിട്ടുള്ള 2 പാളികൾ പൊട്ടിയിട്ടുള്ള വെള്ളമാണ് വന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതൊരു PHC ആണ്, ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഇതിൻ്റെ മതിൽ കൂടി തകർന്നിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് വെള്ളം പോയിട്ടുണ്ട്. അവിടെയുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ നശിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പുറകു വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറി സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സമീപ പ്രദേശങ്ങളിൽ ഏകദേശം 10-ലധികം വീടുകളിൽക്കുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഈ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് പ്രദേശത്തെ ഏറ്റവും വലിയ 2 വാട്ടർ ടാങ്കുകളിൽ ഒന്നാണ്. അതായത് ഈ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക്, എളമക്കര, ഒപ്പം തൃപ്പൂണിത്തുറ, മരട് പ്രദേശങ്ങളിലേക്ക് ഒക്കെ വെള്ളം എത്തിക്കുന്ന ഒരു ടാങ്കാണ്. ആ ടാങ്ക് 2 പാളികൾ പൊട്ടുക എന്ന് പറയുകയാണെങ്കിൽ മറ്റിടങ്ങളിലേക്കുള്ള ഈ വെള്ളത്തിൻ്റെ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഈ സമീപത്തുള്ള വീടുകളിലേക്കൊന്നും വെള്ളം എത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, എളമക്കര, ഇടപ്പള്ളി പോലെയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ജലവിതരണം മുടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ബദൽ സംവിധാനം ഒരുക്കേണ്ടി വരും. കാരണം
ഈ പ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ അതായത് ഇതിനു മുൻപ് തന്നെ ഈ കനത്ത കുടിവെള്ള ക്ഷാമവും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു ടാങ്ക് പൊട്ടുന്നു. അപ്പോൾ അത്തരത്തിൽ വെള്ളം വിതരണം തടസ്സപ്പെടുകയും ചെയ്യുന്നത് അത് വലിയ രീതിയിൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അത് എത്രയും വേഗം ബദൽ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ നാശനഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതും ഒരു അത്യാവശ്യ കാര്യം കൂടിയാണ്. എന്തായാലും വലിയ നാശനഷ്ടം കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ ജലവിതരണത്തെ പറ്റിയിട്ടുള്ള ആശങ്കകളാണ് കൂടുതലായിട്ടുമുള്ളത്. കാരണം ഈ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന 2 ടാങ്കുകളിൽ ഒരു ടാങ്കിന്റെ പാളിയാണ് പൊട്ടിയിരിക്കുന്നത്. പൂർണ്ണമായി ഉപയോഗിക്കാൻ സാധിക്കില്ല.